ഞാൻ ആതിര. എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓർക്കിഡ് ചെടികൾ ചെടിച്ചട്ടിയിലല്ല നമുക്ക് പോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യമാണ് മരങ്ങളിലൊക്കെ വെച്ച് കെട്ടി നമ്മുടെ ഓർക്കിഡ് ചെടികൾ പിടിപ്പിക്കാറുണ്ട്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. മരങ്ങളിൽ ഇത് സ്വാഭാവികമായിട്ട് അതിൻ്റെ വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്തിട്ട് വളർന്നു വരുന്നതാണ് ചെടികൾക്ക് കൂടുതൽ നല്ലത്. അപ്പോൾ മരങ്ങളൊന്നും മുറ്റത്ത് ഇല്ലാത്തവരാണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നമുക്ക് ഈ രീതിയിൽ തന്നെ മുറ്റത്ത് നമ്മുടെ ഓർക്കിഡ് ചെടികൾ നല്ല രീതിയിൽ ചെടിച്ചട്ടിയിലല്ലാതെ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നേരിട്ട് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. ഇത് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്നും കൂടി നോക്കാം. അപ്പോൾ ഈ പ്ലാന്റിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൊപ്പഗേഷൻ വീഡിയോയിൽ കാണിച്ചൊരു പ്ലാന്റാണിത്. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്ന പ്ലാന്റ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സെറ്റ് ചെയ്യാൻ കാണിക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യാൻ ആദ്യം ആവശ്യം ഇതുപോലൊരു പൈപ്പാണ്. നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റ് പ്ലംബിങ് ചെയ്തിട്ട് വേസ്റ്റ് വരുന്നത് ഇതുപോലത്തെ പൈപ്പിനകത്താണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഓർക്കിഡ് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് ഇതിനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊരു ഗ്രിപ്പും ഇല്ല. ഇതിനകത്ത് ഈ വേരൊന്നും കറക്റ്റ് പിടിച്ചിരുന്നിട്ട് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ നമ്മളിത് ഇതിനകത്ത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ കയറാണ്. ഇതുപോലത്തെ ചെറിയ വള്ളിക്കയർ, പ്ലാസ്റ്റിക് കയർ ഉപയോഗിക്കരുത് കേട്ടോ. ഇതുപോലത്തെ ചെറിയ വള്ളിക്കയർ വേണം, ചണക്കയർ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിനകത്ത് 10 രൂപ, ഒരു പിടിക്കൊക്കെ 10 രൂപയാണ്. വളരെ കോസ്റ്റ്ലി അല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ ഈ കയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കയർ ഈ പൈപ്പിൽ ഫുള്ള് ചുറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ ഈ പ്ലാന്റ് വെക്കുന്നത് ആ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് നമ്മളിത് ചുറ്റിയതിന് ശേഷമാണ് നമ്മുടെ ഈ പ്ലാന്റ് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ ഈ പൈപ്പാണെന്ന് അറിയാതിരിക്കാൻ ചിലർ ചെയ്യുന്നതുകൊണ്ട് ഓയിൽ പെയിൻറ്റോ എന്തെങ്കിലുമൊക്കെ ഗ്ലിറ്റർ പെയിൻറ്റോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് അടിച്ച് ഒരു ഭംഗി വരുത്താറുണ്ട് വീടിൻ്റെ മുറ്റത്ത് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ പെയിൻറ്റൊക്കെ അടിച്ചൊന്ന് ഉണങ്ങിയതിന് ശേഷം വേണം ഈ കയറെടുത്തിട്ട് ഇതിനകത്ത് ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ചുറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാനിത്ര ഹൈറ്റുള്ള പൈപ്പ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഞാൻ മണ്ണിൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഹൈറ്റുള്ള പൈപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും തുഞ്ചത്ത് വെച്ച് ചെയ്യരുത് കേട്ടോ. അപ്പം ചെടികൾ മുകളിലോട്ട് പിടിക്കാൻ പാടാണ്. അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതുപോലെ കയറ് ട്രൈസ് ചെയ്തെടുക്കണം. ഇങ്ങനെ അടുപ്പിച്ച് ചുറ്റണം. ഒരുപാട് ഗ്യാപ്പ് ഇടണ്ട. എന്നാൽ ചെറിയൊരു ഗ്യാപ്പ് ഇടുന്നതിന് കുഴപ്പമില്ല. ഇതുപോലെ കറക്കി ടൈറ്റ് ചെയ്ത് വേണം, അല്ലെങ്കിൽ ഇതങ്ങ് ലൂസായിപ്പോയി. നമ്മളിത് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ലൂസായിപ്പോയി. അപ്പം ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചുറ്റി കെട്ടാം. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ എവിടെയാണോ പ്ലാന്റ് വെക്കുന്നത് ആ ഭാഗം മാത്രം നമുക്ക് ആദ്യം ഇതുപോലെ കെട്ടിക്കൊടുക്കാം. പിന്നെ പ്ലാന്റ് വളരുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു പൈപ്പിൽ ഒരു പ്ലാന്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ വെക്കാം. 2-3 പ്ലാന്റ്സ് നമുക്ക് ഒരു പൈപ്പിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഓൾറെഡി ഇത് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പം കണ്ടോ, 2 സൈഡിലായിട്ടാണ് ഞാൻ ചുറ്റി എടുത്തത്. ഇപ്പം ഞാൻ ഇതിനകത്ത് 2 പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് വലിയ പ്ലാന്റ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലുതായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വേണം ഇത് നിൽക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഇതിൽ നിന്ന് കറക്റ്റ് തൈകൾ ഇതിനകത്തേക്ക് വേരെല്ലാം പിടിച്ച് തൈകൾ വരാൻ എളുപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കറക്റ്റ് ഇതിനകത്ത് പിന്നെ പോട്ടിംഗ് മിക്സായിട്ട് വേറെ ഒന്നും വെക്കണ്ട, തൊണ്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിർബന്ധമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ തൊണ്ടോ ചെറിയ ചകിരി എന്തെങ്കിലും വെച്ചിട്ട് കെട്ടാം. അതല്ലെങ്കിൽ ഇതുപോലെ മേടിക്കുന്നതിനകത്ത് തൊണ്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒന്നും വെച്ച് കെട്ടേണ്ട കാര്യമില്ല. നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇതേ കണക്കത്തെ കയറ് തന്നെ വെച്ചിട്ട് ഇതൊന്ന് കറക്കി കെട്ടിയെടുക്കണം. അപ്പോൾ വേരൊന്നും ഒരുപാട് അങ്ങ് മുറിഞ്ഞു പോകരുത്. ആ രീതിയിൽ വേണം ഇതൊന്ന് കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലാന്റ് ഇതുപോലെ നല്ലതുപോലെ വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. കയറ് വെച്ചിട്ട് പോട്ടിംഗ് മിക്സ് ഒന്നും വെച്ചിട്ടില്ല, തൊണ്ടും ഒന്നും വെച്ചിട്ടില്ല. ഇനി ഞാൻ വെക്കുന്നത്, നമുക്ക് തൈ അടത്തി വെക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തൈ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു തൈയാണ്. അത് നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ വെക്കാം. പക്ഷേ അതിനകത്ത് ഒന്നുമില്ല. അപ്പം അതിൻ്റെ വേര് കറക്റ്റ് ഒന്ന് വരാൻ വേണ്ടിയിട്ടും ഡയറക്റ്റ് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ചെറിയൊരു തൊണ്ടിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് ടൈറ്റ് ചെയ്ത്
ഒന്ന് ഒരു ബലം അതിന് കൊടുത്തിരിക്കണം, അതിനകത്തോട്ട് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടൊരു ബലം. എന്നിട്ട് ഇതും നമുക്ക് ഇതുപോലെ തന്നെ ഈ കയർ വെച്ചിട്ട് കെട്ടിയെടുക്കാം. അപ്പോൾ അതേ കണ്ടോ, ഞാൻ ഈ 2 പ്ലാന്റ്സും നമ്മുടെ ഈ ഒരു പൈപ്പിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു തൊണ്ട് വെച്ചിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഡയറക്റ്റ് ഞാനൊരു ചെടിയിൽ നിന്ന് അടർത്തി മാറ്റിയ തൈയാണ്. അപ്പോൾ നേരിട്ട് അതിനകത്ത് പെട്ടെന്ന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് വേരൊക്കെ വന്നിട്ട് ഇത് തന്നെ കവർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ തൊണ്ടങ്ങ് മാറ്റി കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് ചകിരി മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് പോട്ടിങ് മിക്സ് എന്ന് വെച്ചാൽ നമ്മുടെ കരിക്കട്ടയും ഓടിൻ്റെ പീസും ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾ ചെടിച്ചട്ടിയിലല്ലാതെ നമുക്കത് വീടിൻ്റെ മുന്നിൽ ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരുപാട് വെയിലല്ലാത്ത രീതിയിൽ എന്നാൽ വെയിൽ കിട്ടുന്ന രീതിയിൽ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് വേണം കേട്ടോ. ഇതിനകത്ത് ഫെൻലോസസ് അല്ല, ഡെൻഡ്രോബിയം പ്ലാന്റ്സ് നമുക്കിതുപോലെ സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഗാർഡനിൽ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കുഴിച്ചിട്ട് നല്ല ബലത്തിൽ കുഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് തറയിലല്ല ഇത് കുഴിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു ഇത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചട്ടിയിലാണ്. ചെടിച്ചട്ടിയിൽ വലിയ ചട്ടീനടുത്ത് ഈ പൈപ്പ് അതങ്ങ് കുഴിച്ചിടും. എന്നിട്ട് ആ ചട്ടിയുടെ അടിയിൽ കുറച്ച് കല്ലിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പൈപ്പ് അനങ്ങാതെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നമുക്ക് മറ്റ് ചെടികളും ഇതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിക്കാം. അപ്പോൾ ചെടിച്ചട്ടിയിൽ ഈ ഒരു പൈപ്പ് നിന്ന് ഇത് ഈ ഓർക്കിഡ് നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗി അത് കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ തന്നെ മനോഹരമായിട്ട് നമ്മുടെ വീട്ടിൽ ഓർക്കിഡ് ചെടി ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു.